ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അക്കു ടൂറിന് പോവുകയാണ്. മൈസൂറാണ് ടൂറിന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ പോകാനെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം നമുക്കിന്നത് ഉച്ചത്തേക്ക് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് കുക്കറിൽ എളുപ്പിച്ചിട്ട് ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി അവന് കൊണ്ടുവന്നിട്ട് ചപ്പാത്തി അതുപോലെ ചിക്കൻ വറുത്തതും റെഡിയാക്കണം. അപ്പം കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് ചപ്പാത്തി അതുപോലെ ചിക്കൻ വറുത്തതുമാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പെട്ടിയെല്ലാം റെഡിയാക്കി വെച്ചു. ഇതിനകത്ത് അതിൻ്റെ സ്നാക്സും കാര്യങ്ങളും എല്ലാം എടുത്തിരിക്കുകയാണ്. ബാക്കി ഇതെല്ലാം ഇവിടെ പെട്ടിയിലാണ് എടുത്തിരിക്കുന്നുണ്ട്. അവന് ഡ്രസ്സെല്ലാം ഇട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയാവുകയാണ്. ചപ്പാത്തിയിൽ നമ്മൾ അന്നേരം ഞാൻ വിചാരിച്ചിരുന്ന മയോണീസും ടൊമാറ്റോ കെച്ചപ്പും പിന്നെ നമ്മുടെ ക്യാബേജും ഇതെല്ലാം കൂടെ വെക്കാവുന്നതായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, ചപ്പാത്തിയിൽ ചിക്കൻ ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് റോൾ ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് അവന് റെഡിയാക്കി കൊടുത്തത്. അപ്പം ആദ്യം പറഞ്ഞു 4-5 വേണം കൂട്ടുകാർ, പിന്നെ പറഞ്ഞു വേണ്ട 3 മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 3 റെഡിയാക്കി കൊടുത്തു. അല്ലാതെ നമ്മൾ സ്നാക്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചപ്പാത്തി വാഴയിലയിലാണ് റെഡിയാക്കിയത്. അപ്പം ഇതാകുമ്പോൾ കഴിച്ച് കഴിയുമ്പോഴത്തേനും അവർക്കും കളയാമല്ലോ. അപ്പം എല്ലാം റെഡിയാക്കി ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങിയ ശേഷമാണ് ഇതെല്ലാം റെഡിയാക്കി വെച്ചത്. അപ്പം 4 മണിക്കാണ് അവിടെ നിന്ന് അവർ വണ്ടി വിടുമെന്ന് പറഞ്ഞത്. അപ്പം അതിന് മുമ്പേ അവിടെ ചെല്ലണം, അതുപോലെ ബാഗൊക്കെ ചെക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ഇച്ചിരി ദൂരമുണ്ട്. അപ്പം ഒരു 3:15 ആകുമ്പോഴത്തേക്കിന് ഇറങ്ങാവുന്നതുകൊണ്ടാണ്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത്. രാവിലെ തൊട്ടേ നല്ല മഴക്കോളുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ചെറുതായിട്ടൊരു മഴച്ചാറ്റിലുണ്ടായിരുന്നു. എങ്ങനെയാകുമെന്നറിയില്ലായിരുന്നു. പക്ഷെ മഴയൊന്നുമില്ലായിരുന്നു. ആ ചാറ്റിൽ നമ്മുടെ ഇവിടെ ഞങ്ങൾ ഇറങ്ങിയ സമയത്തേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് മാറി. ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ മാതാവിൻ്റെ കുരിശുമൂടും അതുപോലെ പരിമല തിരുമേനിയുടെ കുരിശുമൂടും ഉണ്ട്. അവിടെ 2 നേർച്ചയിട്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. ഇതാണ് മാതാവിൻ്റെ കുരിശുമൂടാണ്. ഞങ്ങൾ എവിടെയെങ്കിലും ദൂരയാത്രയൊക്കെ പോകാൻ നേരത്തെ ഇവിടെ കയറി നേർച്ചയിട്ടിട്ടാണ് ഞങ്ങൾ എപ്പോഴും പോകാറുള്ളത്. അതുപോലെ പരിമലപ്പള്ളി പള്ളിയുടെ കുരിശുമൂട്ടിലും. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോൾ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും 3:45 4 മണിക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞെങ്കിലും കുഞ്ഞുങ്ങളൊന്നും എല്ലാവരും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങളവിടെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും വന്നു, മിസ്സുമാരും എല്ലാം വന്നു. അപ്പോൾ ഇത് പള്ളിയുടെ പേരിലുള്ള സ്കൂളായതുകൊണ്ട് തൊട്ട് മുമ്പിൽ തന്നെ നമ്മുടെ നന്നമ്പള്ളിയുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞ് പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും വേറെ അവരെന്തോ ക്ലാസ്സുകളൊക്കെ എടുത്ത് പിന്നെ ലൈനപ്പായിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇവരെ കൊണ്ടുപോയി. വണ്ടി അത് കഴിഞ്ഞ് വണ്ടി വന്നപ്പോൾ 5 മണിയാകാറായിരുന്നു. കർത്താവെ, ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സന്തോഷത്തോടുകൂടി തന്നെ മടങ്ങി തിരിച്ചു വരുവാനായിട്ട് ഇടയാക്കി തീർക്കണമേ. പോകുന്ന വഴിയിലൊക്കെയും അവിടുത്തെ കാവലും സഹായവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അവിടുത്തെ കാവൽ മാലാഖമാരുടെ സംരക്ഷണം ഞങ്ങളെ വലയം ചെയ്യുവാനിടയാക്കി തീർക്കണമേ. നാഥ, രോഗങ്ങളോ വേദനകളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ ഒന്നുമില്ലാതെ കർത്താവെ ആ കാലയളവ് ഇത്രയും ഈ ദിവസങ്ങളൊക്കെയും ആയിരിക്കാനും സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന യാതൊരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ ചെന്ന് വീഴാതിരിക്കാനും അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. ചെല്ലേണ്ട സമയത്തൊക്കെയും കാലത്തിലൊക്കെയും സ്ഥലങ്ങളിലൊക്കെയും കൃത്യസമയത്ത് കർത്താവെ ചെല്ലുവാനായിട്ട് ഇടയാക്കി തീർക്കണമേ. ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോഴും കർത്താവ് വണ്ടിയിൽ കയറാൻ പറഞ്ഞ നേരം സമയം കൊണ്ട് തന്നെ പെട്ടിയെല്ലാം എടുത്ത് ഓൾറെഡി കൊണ്ട് വെച്ചിട്ട് വണ്ടിക്കകത്ത് കയറിയായിരുന്നു. അപ്പോൾ കഴിക്കുന്ന സാധനം അവർ പറഞ്ഞായിരുന്നു വണ്ടി വിടുന്നതിന് മുമ്പേ തന്നെ എല്ലാവരും കയ്യിലെടുക്കണമെന്ന്. നമ്മൾ അക്കൗണ്ടിൽ അപ്പോൾ ബാഗിലായിരുന്നു കൊടുത്തു വിട്ടത്. അങ്ങനെ അന്ന് വണ്ടിയിലെല്ലാം കയറി കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പേരൻസ് കയറി നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലെല്ലാത്തെല്ലാം കയറി അങ്ങനെല്ലാം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ വണ്ടി വിട്ടുപോയി. അപ്പോൾ അങ്ങനെ അവരുടെ യാത്ര എത്രയും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ അക്കുവിൻ്റെ ടൂറിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.